ഒരുപാട് സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. ഒരുപാട് സന്തോഷം. കാരണം ഒരു കലാകാരി എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ അംഗീകാരങ്ങളും എടുത്തു പറയുമ്പോൾ ഏറെ അഭിമാനവും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. അപ്പം ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു വെൽക്കം തന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നമസ്കാരം പറയാണ്. ഒരുപാട് സന്തോഷം ഇവിടെ വന്ന്. ഞാൻ ഇതിനു മുമ്പും ഇപ്പം ബഹുമാനപ്പെട്ട ശൈലജ മാമിനൊപ്പം ഒരുപാട് വേദികളിൽ നമ്മുടെ നാട്ടിൽ എല്ലാ പ്രോഗ്രാമുകളിലും പറ്റുന്ന പോലെ തന്നെ ക്ഷണിച്ചാൽ എനിക്ക് എത്താൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് വേദികളിൽ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമുകൾ ഇങ്ങനെ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഏതൊക്കെ നാട്ടുകളിൽ ഏതൊക്കെ പോയാലും എൻ്റെ നാട്ടിൽ ഒരു വിശേഷം വരുമ്പോൾ ഇത്തരം ഒരു ചടങ്ങ് വരുമ്പോൾ എന്നെ ക്ഷണിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തുക എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെയും ഇവിടെ ക്ഷണിച്ചതിൽ ഒരുപാട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പം 25 വർഷം എത്തി നിൽക്കുകയാണ് ഈ ഒരു സ്ഥാപനം. ഏകദേശം എൻ്റെ പ്രായമുണ്ട്. അപ്പം അത്രയും വർഷം ഒരു സ്ഥാപനം, സാധാരണ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ ഈ ഇത്രയും വർഷങ്ങൾ പിന്നീട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്രയും എഫേർട്ട് ഉണ്ട്. അതിലുപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ ഇപ്പം ഞാൻ പഠിച്ച എല്ലാ സ്കൂളുകളും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടം ഏതെന്ന് വെച്ച് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലമാണെന്ന് പറയും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. എന്നിലുള്ള കലാകാരിയാണെങ്കിലും എൻ്റെ എല്ലാ കഴിവുകളും കണ്ടെത്തിയത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ആ കാലഘട്ടം ഞാൻ എന്തുകൊണ്ടാണ് ഓർക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ നല്ല അനുഭവങ്ങളും എന്നെ പഠിപ്പിച്ച അധ്യാപകരും കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഇന്റർവ്യൂകളിലൊക്കെ ചോദിക്കും, കലാകാരിയായിരുന്ന രീതിയിൽ അപ്സര ഏറ്റവും കൂടുതൽ വേദി പങ്കെടുക്കും, വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്താണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ എൻ്റെ വേദികളിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതും കൈയടിച്ചിട്ടുള്ളതും എൻ്റെ അധ്യാപകരാണ്. ഞങ്ങളുടെ കലാകാരിയെ കണ്ടെത്തിയത് എൻ്റെ അധ്യാപകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന അവിടുത്തെ അധ്യാപകർ തന്നെയാണ്. നല്ല അധ്യാപകരുണ്ടെങ്കിൽ എത്ര ദൂരം നിന്നാലും വിദ്യാർത്ഥികൾ അവിടെ വന്ന് നമുക്ക് പഠിക്കാൻ തോന്നും. കാരണം ആ അധ്യാപകരാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂണെന്ന് പറയുന്നത്. അപ്പം നല്ല അധ്യാപകരുണ്ടായ ഒരു വലിയ സ്ഥാപനമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 25 വർഷം ഈ നിറഞ്ഞിരിക്കുന്ന സദസ്സിലെല്ലാം എനിക്ക് തോന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പം അത്രയും വിദ്യാർത്ഥികളെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ അധ്യാപകരെ ആദ്യം നമ്മൾ ആശംസ അറിയിക്കേണ്ടത്. അപ്പം ഇവിടെ വന്നു പോയിട്ടുള്ള 25 വർഷം എന്ന് പറയുമ്പോൾ എന്തോരം അധ്യാപകരോട് വന്നിട്ടുണ്ടോ, അധ്യാപകരെല്ലാം ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ. കാരണം നമ്മളൊരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ വന്നാൽ മാത്രമേ അവിടെ സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നല്ല പഠനം കിട്ടിയത് കൊണ്ട് ആ സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ആ സ്ഥാപനം ചൂസ് ചെയ്തതും ആ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ഈ നിമിഷം ആശംസ അറിയിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഈ നിമിഷം ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരുപാട് വർഷം ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട എല്ലാവരെയും ഈ നിമിഷം ഞാൻ ബഹുമാനത്തോടെ ആശംസ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വരാൻ, കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അടക്കം വേദി പങ്കിട്ട ഈ വേദി കലാകാരൻ എന്ന രീതിയിൽ എന്നെയും അശ്വതി ചേച്ചിയേലും ആദ്യമൊക്കെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം മന്ത്രി ഇപ്പം സാധാരണ ഒരു മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദി എന്ന് പറയുമ്പോൾ അത്രയും, കാരണം എല്ലാവരും ജനശ്രദ്ധ പിടിക്കാൻ പറ്റുന്ന ഒരു ഇത് ആയിക്കഴിഞ്ഞു. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലുള്ള കലാകാരെ കൂടി ഈ ഒരു വലിയ വേദിയിൽ പങ്കെടുപ്പിക്കണമെന്ന് അങ്ങനെ ഒരു മനസ്സ് കാണിച്ച ഈ സ്ഥാപനത്തിന്റെ എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. പിന്നെ അതിന് കാരണം തന്നെ പ്രത്യക്ഷേട്ടൻ, കാരണം ഞാൻ പ്രത്യക്ഷേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ പ്രത്യക്ഷേട്ടൻ അദ്ദേഹത്തിന്റെ അറിവിൽ എവിടെ ഇനാഗുറേഷൻ വന്നാലും എനിക്കറിയാം അദ്ദേഹം എന്നെ ആദ്യം എൻ്റെ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ നിമിഷം ഓർക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും നന്ദി ഞാൻ പറയാണ്. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹവും ആശംസ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.